നമസ്കാരം. ഇന്ത്യയും റഷ്യയും വൻ ശക്തികളായി മാറാൻ ഇനി അധിക സമയം വേണ്ടിവരില്ല. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധം ആഴമേറിയതും പരമ്പരാഗതവും തന്ത്രപരവുമായതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണ് റഷ്യ. യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ഇരു രാജ്യങ്ങളും ഇന്ദ്ര, ഒട്ടോക് തുടങ്ങിയ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ പതിവായി നടത്തുകയും ചെയ്യുന്നുണ്ട്. ലൈസൻസിന് കീഴിൽ തദ്ദേശീയമായി നിർമ്മിക്കാൻ കഴിയുന്ന നിരവധി ആയുധ സാങ്കേതിക വിദ്യകളും റഷ്യ ഇന്ത്യക്കു നൽകിയിട്ടുണ്ട്. സുഹോയ് 13 MK1, T-19 ഭീഷ്മ ടാങ്ക്, റൈഫിൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോ അതാ ഇന്ത്യയും റഷ്യയും ഫെബ്രുവരിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബംഗാൾ ഉൾക്കടലിൽ സംയുക്ത ഒരു സൈനിക അഭ്യാസം അല്ലെങ്കിൽ സംയുക്ത നാവിക അഭ്യാസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. റഷ്യ മാരിടൈം ബോർഡ് പ്രസ് സർവീസിനെ ഉദ്ധരിച്ച് റഷ്യൻ സ്റ്റേറ്റ് മീഡിയയായ ടാസ് ആണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യൻ നാവികസേനയുടെ പസഫിക് ഫ്ലീറ്റ് ഫ്രിഗേറ്റ് മാർഷ്യൽ ഷാപ്പോഷ്നിക്കോവ് അടുത്ത മാസം ബംഗാൾ ഉൾക്കടലിൽ നടക്കുന്ന മിലാന 2026 അഭ്യാസത്തിൽ പങ്കെടുക്കുമെന്നും അതിൽ വ്യക്തമാക്കുന്നു. അഭ്യാസത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 18 മുതൽ 25 വരെ മാർഷൽ ഷാപ്പോഷ്നിക്കോവ ഇന്ത്യൻ തുറമുഖമായ വിശാഖപട്ടണത്ത് അനൗദ്യോഗികമായി സന്ദർശനം നടത്തും. റഷ്യൻ നാവികസേനയുടെ പസഫിക് കപ്പലിന്റെ ഒരു ഫ്രിഗേറ്റ് ഒമാനിലെ മസ്കറ്റ് തുറമുഖത്തു നിന്നും മിലാൻ 2026 അഭ്യാസത്തിൽ പങ്കെടുക്കാൻ പുറപ്പെടുമെന്നും തുടർന്ന് ഫെബ്രുവരി 18 മുതൽ 25 വരെ ഇന്ത്യൻ വിശാഖപട്ടണം തുറമുഖം അനൗദ്യോഗികമായി സന്ദർശിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ കാലയളവിൽ ഇന്ത്യൻ നാവികസേനയുമായി വിവിധ ഡ്രില്ലുകൾ ഫെബ്രുവരി 15 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാവികസേന മിലാൻ 2026 സംഘടിപ്പിക്കും. 13ാം തവണയാണ് ഈ അഭ്യാസം നടക്കുന്നത്. സമുദ്ര സഹകരണത്തിനും സുരക്ഷിതമായ ഇന്ത്യൻ മഹാസമുദ്രത്തിനുമായി വിവിധ രാജ്യങ്ങളിലെ നാവികസേനകളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യം. 135ലധികം രാജ്യങ്ങളിലേക്ക് ഈ പരിപാടിക്കായി ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്. US, റഷ്യ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുടെ നാവികസേനകൾ അവരുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 18 പ്രസിഡന്റ് ദ്രൗപദി മുർമു കപ്പലുകൾ പരിശോധിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഫ്ലീറ്റിംഗ് അവലോകനവും ഈ കാലയളവിൽ നടക്കും. INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ തദ്ദേശീയ കപ്പലുകളും ഇതിൽ പ്രദർശിപ്പിക്കപ്പെടും.